ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്ത് അവർ തന്ന പണി കൊണ്ട് ടയേർഡായിട്ടുള്ള ഒരു ബിസിനസ് ഓണറാണോ നിങ്ങൾ? മെച്യൂരിറ്റി ഇല്ലാത്ത ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, അവർ നിങ്ങളുടെ കമ്പനിയെ നശിപ്പിക്കും. നിങ്ങളുടെ ടീമിൻ്റെ മൊറയിലിനെ അത് ബാധിപ്പിക്കും. നിങ്ങളുടെ കമ്പനിയുടെ കെട്ടുറപ്പിനെ അത് ബാധിക്കും. ഒരു മാനേജറാണ് വരുന്നതെങ്കിൽ അയാളുടെ കീഴിലുള്ള സകല ആളുകളെയും കമ്പനിയിൽ നിന്ന് പറത്തിവിടാനായിട്ട് അയാളുടെ ഒരു വരവ് തന്നെ മതിയാവും. ഇത്തരം ആളുകൾ, നല്ല പെർഫോമൻസ് ഉള്ള ആളുകളെ വളരാൻ സമ്മതിക്കില്ല, ടീമിനെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഒരു അൺഹാപ്പിനെസ്സും ഒരു അൺറെസ്റ്റും നമ്മളുടെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യും. ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ബാൻഡ് വിഡ്ത്ത്, നിങ്ങളുടെ ബ്രെയിൻ പവർ, നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പ്രോഗ്രസ് ചെയ്ത് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിക്കണം എന്ന് ചിന്തിക്കേണ്ട നിങ്ങളുടെ ആ മെൻ്റൽ ബാൻഡ് വിഡ്ത്തിനെ ഇത്തരം ആളുകൾ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്ത് നിങ്ങളെ പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. പലർക്കും എമ്പതി എന്നൊരു വികാരം തന്നെ ഉണ്ടാവില്ല. അവരുടെ ചെറിയ ഗെയിനുകൾക്ക് വേണ്ടിയിട്ട്, ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പനി നശിച്ചു പോകുന്നതോ നിങ്ങൾ തകർന്നു പോകുന്നതോ അവർ സന്തോഷപൂർവ്വം കണ്ടുകൊണ്ട് നിൽക്കും. ഞാൻ ഷമീർ മാക്മില്ലൻ, ദി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. കഴിഞ്ഞ 25ഓളം വർഷങ്ങളായി നൂറുകണക്കിന് കമ്പനികളെ സൗദിയിലും മറ്റ് GCC രാജ്യങ്ങളിലും ഇന്ത്യയിലുമെല്ലാം കൺസൾട്ടിങ് ചെയ്തിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഈ HR മാനേജ്മെൻറ്റിലെ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ടോക്സിക് ആളുകളെ ഹയർ ചെയ്യാതെ എങ്ങനെ നമ്മൾക്ക് രക്ഷപ്പെട്ട് നിൽക്കാം, അതിന് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ബിഗ് 5 മോഡൽ അഥവാ ഓഷ്യൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓഷ്യൻ അനാലിസിസിലൂടെ ന്യൂറോട്ടിസിസം അളക്കാനുള്ള മനസ്സ് നിങ്ങൾ വച്ചാൽ ഇത്തരം അപകടകാരികളായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് നമ്മൾക്ക് നമ്മളെ തന്നെയും നമ്മളുടെ ബിസിനസ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ ഒരു പരിധി വരെ സാധിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഇൻ്റർവ്യൂ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രൊബേഷൻ പീരീഡിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലൂടെ ഇത്തരം വിനാശകാരികളായ എംപ്ലോയീസിനെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് സേഫായി നിൽക്കാൻ സാധിക്കും. ഇൻ്റർവ്യൂ സമയത്ത് പ്രധാനമായും നോക്കേണ്ടത് അവരുടെ ലിസണിങ് സ്കില്ലാണ്. ലിസണിങ് സ്കിൽ അളക്കാനായിട്ട് നമുക്ക് അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും അതിനിടയിൽ ഇൻറ്ററപ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം. അവർ ബ്രേക്ക് ചവിട്ടിയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പല രീതിയിൽ ലിസണിങ് സ്കില്ല് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. ഒരു മനുഷ്യൻ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്ത മനുഷ്യനാണെങ്കിൽ, ആ ലിസണിങ് സ്കിൽ തീരെ ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളിന് നമ്മളുടെ കമ്പനിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവില്ല, അവരുടെ കൊളീഗ്സിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവില്ല, ക്ലയൻസിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് അത്തരം ഒരാളിൽ നിന്ന് ഒരു റിസൾട്ടും കിട്ടുകയില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂ സമയത്ത് നമുക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ തന്നെ ഇവരുടെ ഈ ന്യൂറോട്ടിസിസത്തിൻ്റെ ലെവൽ ഒരു പരിധിവരെ അസസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കഴിയുമെങ്കിൽ എക്സാമ്പിളുകൾ ചോദിക്കുക. ഉദാഹരണത്തിനായിട്ട് പറയുകയാണ്, ഒരു പ്രത്യേക സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇതിനു മുന്നേ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു കേസാണെങ്കിൽ ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക. ഇത്തരം ചോദ്യങ്ങളിലൂടെ അതിൽ നിന്ന് അവർ തരുന്ന റെസ്പോൺസിലൂടെ ഫ്രണ്ട്ലി ആയിട്ട് റാപ്പോയിലൂടെ സംസാരിക്കുന്നതിലൂടെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇയാളുടെ മെച്യൂരിറ്റി ലെവൽ എത്രയാണ് എന്നുള്ളത്. മറ്റൊന്ന് ഇവരുടെ ലേണിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി സ്കില്ലാണ്. ഗ്രോത്തിനോടുള്ള, അതായത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ച് അവർ ഇതിനെക്കുറിച്ച് പഠിക്കാനും വളരാനുമുള്ള അവരുടെ ഇനീഷ്യേറ്റീവ് എത്രയാണ്, എന്തൂസിയാസം എത്രയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ എന്തെല്ലാം പുതുതായി പഠിച്ചു, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് ബെറ്ററാക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്തു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, നിങ്ങളുടെ കോർ വാല്യൂസ്, നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതും ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവുക. ഈ വാല്യൂസിനോട് എത്രത്തോളം ഇയാൾ മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, എത്രത്തോളം ചോദ്യങ്ങൾ ചോദിക്കാമോ അത്രത്തോളം ചോദ്യങ്ങൾ ചോദിച്ച് അത് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളുടെ കോർ വാല്യൂസുമായിട്ട് മാച്ച് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ ഹയർ ചെയ്താൽ എത്ര മിടുക്കനായാലും എത്ര മിടുക്കിയായാലും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ടീമിനെ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കാനും പോരുന്ന ഒരാളായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോർ വാല്യൂസ് മാച്ച് ചെയ്യാത്ത ഒരാളെയും ഒരു കാരണവശാലും നിങ്ങൾ ഹയർ ചെയ്യരുത്. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ സമർത്ഥമായി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓഷ്യൻ ഫ്രെയിംവർക്ക് പഠിക്കണം. ഇനി ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഓഷ്യൻ എന്ന് മെസ്സേജ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം.